അയ്യോ, നല്ല ചൂടുണ്ടല്ലോ. വാ എഴുന്നേറ്റ് ആശുപത്രി പോ. അമ്മേ, അതൊന്നും വേണ്ട. രാവിലെ ആകുമ്പോ ഇതൊക്കെ അങ്ങ് മാറിക്കോളും. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഇപ്പോഴത്തെ പനിയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോ. നീ ഒന്ന് എഴുന്നേറ്റ മോനെ. അമ്മേ, നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് വേണ്ടി കരയാനും ബഹളം വെക്കാനുമായി ഞങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? എന്റെ ഈശ്വര, ഈ രാത്രി ഇപ്പൊ എന്ത് ചെയ്യും? മോളെ, നീ ബിജിക്കുട്ടനെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ആരെയും വിളിക്കണ്ട. എനിക്ക് ഹോസ്പിറ്റലിലും പോകണ്ട. അമ്മ എന്തിരി ചുക്കാപ്പി ഉണ്ടാക്കി തന്നാ മതി. ഇങ്ങനെ വാശി പിടിച്ച എന്ത് ചെയ്യും കുഞ്ഞേ? അമ്മേ, എന്നാ ഞാൻ പോയി ചുക്കാപ്പി എടുത്തിട്ട് വരാം. ആ ശരി മോനെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാടാ. വേണ്ട അമ്മേ, നോക്കാം. അമ്മ വിഷമിക്കാതെ. ഈശ്വര, വാ മോളെ. എന്താ മോളെ, മോളെന്തായി നോക്കുന്നേ? അല്ല മാം, വിരുന്നുകാരെങ്കിലും വന്നിട്ടുണ്ടോ? എങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഏയ്, എന്തിന്? ഇവിടെ വിരുന്നുകാർ ആരുമില്ല, വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അല്ല, ഈ കാറ്? ആ, അതോ, അത് ആരതി മോള് വന്നതാ. ബാക്കിയുള്ള എല്ലാവരും എവിടെ? ആ, സ്നേഹനകയും കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പോയി. പിന്നെ ആതിര അടുക്കളയിലുണ്ട്. അമ്മേ, ഇത് കുട്ടികൾക്കുള്ള കുറച്ച് സാധനങ്ങളാ. മോളുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നോ? ഇല്ല, ഒരു കൂട്ടുകാരന്റെ കയ്യിൽ കൊടുത്തയച്ചതാ. അല്ലമ്മേ, ഈ ആരതി വക്കീല് വെറുതെ വന്നതാണോ? ഓ, അത് പറയാൻ മറന്നുപോയി. ഇന്നലെ രാത്രി മുതലേ സച്ചിക്കൊരു ചെറിയ പനി. പനിയോ? എന്നിട്ട്? ആ, കുറവുണ്ട്. സച്ചിക്ക് പനിയാന്ന് കേട്ടപ്പോഴേ ഓടി വന്നതാ പാവം ആരതി. ഒന്നും പറയണ്ട. ഹോ, ഇവിടെ വന്ന് പനിക്കൂറക്കിയിട്ട് വെള്ളം തിളപ്പിക്കലും ചുക്ക് കാപ്പിയിട്ട് കുടിപ്പിക്കലും ആകെ കൂടെ ഒരു ബഹളം തന്നെയായിരുന്നു. എന്നിട്ട് വക്കീലിപ്പോ എവിടെ? സച്ചിയുടെ മുറിയിലുണ്ട്. സച്ചിയുടെ കാര്യം മുഴുവനെ ആരതി മുളങ്ങി ഏറ്റെടുത്തിരിക്കുക. ആ, മോള് വാ, അകത്തേക്ക് വാ. നല്ല ചൂടുണ്ടല്ലോ, മരുന്ന് കഴിക്കാം. ഇനി കുറച്ചേരം കിടന്നു. കിടക്കാം, ചാരിയിരിക്കാൻ വയ്യ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞ്? അതേക്ക് വാ.
കിടന്നോളൂ. സച്ചി സച്ചി എന്തേ കാണിക്കുന്ന? അവിടെ കിടന്നോ? പനി ഇപ്പൊ എങ്ങനെയുണ്ട്? പനി കുറവുണ്ട്, പക്ഷെ നല്ല ബോഡി പെയിനും തലവേദനയുണ്ട്. സച്ചിയുടെ ഈ റെസ്റ്റ് ഇല്ലാത്ത ജോലിയാ ഇതൊക്കെ വരുത്തി വെക്കുന്നത്. അതെങ്ങനെയാ പറഞ്ഞാ കേക്കണ്ടേ? ഇപ്പൊ തന്നെ വലിയ കഷ്ടപ്പെട്ട് നിർബന്ധിച്ചിട്ട് അവിടെ കടത്തിയിരിക്കുന്നത്. കണ്ണു തെറ്റി അപ്പ വണ്ടി എടുത്തോണ്ട് പോയി കളയും. സച്ചി, അസുഖം കുറയുന്നതിന് മുമ്പ് ഇനി എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിയാലുണ്ടല്ലോ, സച്ചി ഞാൻ ഇവിടെ പൂട്ടിയിടാൻ പോവാ. അയ്യോ, ഇതെല്ലാം എന്റെ സച്ചേട്ടന് ഞാൻ ചെയ്തു കൊടുക്കേണ്ടതാ. മറ്റൊരു സ്ത്രീ എന്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത് കാണാനാണല്ലോ ദൈവമേ എന്റെ വിധി. ആ, ഞാൻ മോളെ നോക്കി വരികയായിരുന്നു. ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സച്ചിയെ ഒന്ന് കാണാൻ. ഹോ, എന്റെ മോളെ, ഇവനെ ഒരു കണ്ണ് വെച്ചതാ. എന്തിന്? കേസ് ജയിച്ചതിന്, അല്ലാതെ പിന്നെ എന്തിനാ? ആ, അമ്മേ, അങ്ങനെയാണെ വക്കീലിനല്ലേ കണ്ണേറ് കിട്ടണ്ടേ? എന്തിന്? വക്കീൽ ഒറ്റയാളെ ഈ കേസ് വിജയിപ്പിച്ചേ. ഒരു തരത്തിൽ പറഞ്ഞ ഇന്ന് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കഷ്ടപ്പാടും അവസാനിക്കാൻ പോകുന്നതിന് കാരണം വക്കീല് മാത്രമാ. അവന്തിയെ തോൽപ്പിച്ച് ഈ കേസ് ജയിച്ചത് വലിയ കാര്യ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. എന്നാ ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് നിസ്കാരത്തിനുള്ള സമയമായി. ഇന്ന് എന്തായാലും ചായ കുടിച്ചിട്ട് പോയാൽ മതി. വാ.